സാറേ, ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ എപ്പോഴും ഒരു സുഖമില്ലായ്മയുണ്ട്, സംഘർഷങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ അതിർത്തി പ്രദേശത്ത് ചൈന ഒരു ഹെലിപാഡ്, അപ്പോൾ ഒരു വളരെ ചെറിയ ഹെലിപോർട്ട് എന്ന് തന്നെ പറയാൻ പറ്റും, അതിൻ്റെ നിർമ്മാണം നടക്കുന്നതിൻ്റെ വാർത്തകളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നു. സത്യമുണ്ടോ അതിനകത്ത്? ഇത് കഴിഞ്ഞ ദിവസം ഒരു ഉപഗ്രഹ ചിത്രത്തിലാണ് അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രമേ വരൂ. അവിടെ ഒരു ഹെലിപോർട്ട് എന്ന് പറയുമ്പോൾ ഈ പട്ടാളത്തിൻ്റെ ഹെലികോപ്റ്ററുകൾക്കൊക്കെ പെട്ടെന്ന് ലാൻഡ് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റി, സൗകര്യം, അതാണ് ഹെലിപോർട്ട്. ഉപഗ്രഹ ചിത്രത്തിൽ അങ്ങനെ ഒരു പണിയുന്നതായിട്ട് കാണാം. ഇത് കണ്ടെത്തിയത് ഇത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന എന്താ പറയുക, താല്പര്യമുള്ള ആളുകളുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ പ്രാന്തുള്ളവർ എന്ന് പറയാം. ഒസിൻറ്റ്, അതായത് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് എന്നാണ് പറയുക, OSINT. അത് നമുക്ക് ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ, പല സ്ഥലത്തു നിന്നും കിട്ടും. ആ ചിത്രം ശരിക്കും വെറുതെ ഒരു ചിത്രമായിട്ട് നമുക്ക് എടുക്കാം. അതിലെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുമല്ലോ. അങ്ങനത്തെ അനലിസ്റ്റുകളുണ്ട്. അങ്ങനെ ഈ ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് OSINT എന്ന് പറയുന്നുണ്ട്. അത് വെച്ചിട്ട് ഭീഷണികൾ നിരീക്ഷിക്കുക, എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഭീഷണികളുണ്ട്, അങ്ങനെ നിരീക്ഷിക്കുന്നവരെയാണ് ഈ OSINTൻ്റെ അനലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിൽ ആ രംഗത്ത് വളരെ വിദഗ്ധനായിട്ട് ലോകത്തറിയപ്പെടുന്ന ഒരാളാണ് ഡാമിൻ സൈമൺ. ഡാമിൻ സൈമൺ ആണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചൈന ഇന്ത്യയുടെ തൊട്ടടുത്ത് ഇങ്ങനൊരു സംഗതി ഇപ്പം ചെയ്തു വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചിത്രവും പ്രസിദ്ധീകരിച്ച് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ടിബറ്റൻ മേഖലയിൽ തെക്ക് കിഴക്കായിട്ട്, അരുണാചൽ പ്രദേശിന് തെക്ക് കിഴക്കായിട്ട് ടിബറ്റൻ മേഖലയിൽ ആണ് ഇത് പണിയുന്നത്. സായു എന്ന് പറഞ്ഞ കൗണ്ടി എന്ന് പറഞ്ഞ ഒരു പ്രവിശ്യ പോലത്തെ സ്ഥലം, അവിടെ നിയിങ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹെലിപോർട്ട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുക. പണി തീർന്നിട്ടൊന്നുമില്ല. അരുണാചൽ പ്രദേശിൻ്റെ ഫിഷ് ടെയിൽ മേഖല, ഈ മീനിൻ്റെ വാലില്ലേ, അതുപോലെ ഉള്ളൊരു മേഖല അരുണാചൽ പ്രദേശിൽ. ഫിഷ് ടെയിൽ 1 and 2 രണ്ടുണ്ട്. ഫിഷ് ടെയിൽ 1 എന്നും പറയും, ഫിഷ് ടെയിൽ 2 എന്നും പറയും മേഖല. അത് അരുണാചൽ പ്രദേശിൻ്റെ കിഴക്കേ അറ്റമാണ്. അതാണ് ഈ കിഴക്കേ അറ്റത്ത് ഈ മീനിൻ്റെ വാല് പോലെയാണ് ഇത് എൻഡ് ചെയ്യുന്നത്. അതാണ് ഫിഷ് ടെയിൽ 1, ഫിഷ് ടെയിൽ 2, രണ്ടെണ്ണം എന്ന് പറയുന്നത്. ഇതിൽ ഫിഷ് ടെയിൽ 1-ൽ ഈ ചൈനയും ഇന്ത്യയും പട്രോളിംഗ് ഒന്നും നടത്തുന്നില്ല, വളരെ കുറവാണ്. അവിടെ സംഘർഷമൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഫിഷ് ടെയിൽ 2-ൽ മറ്റേ ചൈനയും ഇന്ത്യയും പരസ്പരം ഏകോപിച്ച് തന്നെ സഹകരിച്ച് തന്നെ പട്രോളിംഗ് അവിടെ നടത്തുന്നുണ്ട്. സൗഹൃദ ഭാവത്തിൽ അത് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഇത് അതിർത്തിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലം വരും, അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ നിന്ന്. കിഴക്കൻ ലഡാക്കിൽ 2020 സംഘർഷം ഉണ്ടായിരുന്നു. ലഡാക്കിലാണ് ആ സമയത്ത് സംഘർഷമൊക്കെ ഉണ്ടായിരുന്നത്, 2020. അരുണാചൽ പ്രദേശിലും സിക്കിമിലും കിഴക്ക് ഭാഗത്ത് ഈ പീപ്പിൾസ് ലിബറേഷൻ ആർമി, ചൈനയുടെ പട്ടാളം, അവർ കടന്നുകയറ്റങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. നുഴഞ്ഞുകയറ്റങ്ങളൊക്കെ ആ സമയത്ത്, അതായത് സിക്കിമും അരുണാചലും ഒന്നും ഫ്രീ ആയിരുന്നില്ല, അവിടെ നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ടായിരുന്നു ലഡാക്കിലെ സംഘർഷം നടക്കുമ്പോഴും. കഴിഞ്ഞ കൊല്ലം ഈ പീപ്പിൾസ് ലിബറേഷൻ ആർമി അരുണാചലിലെ കാമങ്ങിന് എതിർവശത്ത് ഈ ചൈനയുടെ ഒരു ഹെലിപോർട്ട് അവിടെ പണിയുന്നുണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ ഇത് ആദ്യമായിട്ടല്ല അരുണാചലിൻ്റെ അടുത്ത് പട്ടാളത്തിന്, ചൈനീസ് പട്ടാളത്തിന് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുന്ന ആദ്യമായിട്ടല്ല. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഒരു കാമങ്ങിൽ പണിയുന്നുണ്ടായിരുന്നു അരുണാചലിൻ്റെ അടുത്ത്. അവിടെ ഹെലിപോർട്ട് മാത്രമല്ല, സംഭരണശാലകളും അവർ പണിതു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മിസൈലുകൾ, സർഫസ് ടു എയർ, ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് അയക്കുന്ന മിസൈലുകൾ സൂക്ഷിക്കാൻ ജാമേഴ്സ്, സൂക്ഷിക്കാൻ റഡാറുകൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ആ ടിബറ്റ് പ്രദേശത്ത്
ആണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നിയന്ത്രണ രേഖ അതിനോട് ചേർന്നിട്ട് ഇതുപോലെ 10 ഹെലിപോർട്ടുകൾ ഉണ്ട് എന്നാണ് കണക്ക്. ഇത് 11ാമത്തെ 10 ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ സന്നാഹമാണ് അതിർത്തിയിൽ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അരുണാചൽ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ചൈന അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടേതാണെന്നുള്ള രീതിയിലാണ്, ഞങ്ങളുടേതാണെന്നാണ് പറയുന്നത്. കാരണം ഞങ്ങളുടെ പൂർവികരുടെ ശവദാഹമൊക്കെ നടന്ന സ്ഥലമാണ് അരുണാചൽ പ്രദേശ് എന്നാണ് അവർ പണ്ട് 1962 കാലത്ത് പറഞ്ഞിരുന്നത്. പി സുന്ദരയ്യ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലൊക്കെ പോയിട്ട് നമ്മുടെ സഖാക്കൾ അവിടെ പറയുന്നത് എങ്ങനെയാണ്, അവരുടെ പൂർവികരുടെ സ്ഥലമാണത്, ചൈനക്കാരുടെ. അതാണ് ഇന്ത്യയുടെ എന്നും ചൈനയുടേതെന്നും പറയുന്ന EMS കാരണം അതാണ്. അപ്പോൾ ഭൂരിപക്ഷവും ഈ ഹെലിപോർട്ടുകൾ ഉണ്ടല്ലോ 10 അതിൽ ഭൂരിപക്ഷവും കിഴക്കൻ ലഡാക്ക് ഭാഗത്താണ്. ലഡാക്കിൻ്റെ കിഴക്ക്. ആ ലഡാക്കിൻ്റെ ഭാഗത്ത് ഹെലിപോർട്ടുകൾ ഉണ്ടാക്കിയല്ലോ, ആ പ്രവൃത്തി തന്നെ ഇപ്പോൾ അരുണാചൽ ഭാഗത്തും പകർത്തിക്കൊണ്ടിരിക്കുക. കൂടുതൽ എയർപോർട്ടുകൾ പണിയും നടത്തും. അതാണ് ഈ ഉപഗ്രഹ ചിത്രം വ്യക്തമാക്കുന്നത്. അരുണാചലിൻ്റെ ഭാഗത്ത്, അതായത് നമുക്ക് ലഡാക്കിൽ, അതായത് കാശ്മീർ, ഇവിടെ അരുണാചൽ, ഇവിടെയൊക്കെ ഈ ഭീഷണി നിലനിൽക്കുന്നു, വലിയ തോതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഹെലിപോർട്ട് എന്തിനാണ്? ഒരു സംഘർഷം ഉണ്ടായാൽ അടിയന്തരമായിട്ട് സൈനികരെ കൊണ്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെ, ആ സമയത്ത് ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാൻ, സൈന്യത്തെ, പിന്നെ ആയുധങ്ങൾ അതുമൊക്കെ എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അവിടെ ആ ഭാഗത്തൊക്കെ റോഡുകളും പണിയുന്നതായിട്ട് ഈ ഉപഗ്രഹ ചിത്രത്തിൽ കാണുന്നുണ്ട്. ടിബറ്റിൽ ഈ റുട്ടോക്ക് എന്ന് പറഞ്ഞ സ്ഥലം മുതൽ, അത് പടിഞ്ഞാറ് ഭാഗത്താണ്, കിഴക്ക് ഭാഗത്ത് നീങ്ചി വരെ പല ഈ ഹെലിപോർട്ടുകൾ ഇപ്പോൾ നിലവിലുണ്ട്. പട്ടാള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ലഡാക്കിൽ നിന്ന് ചൈന സൈന്യത്തെ പിൻവലിക്കാനായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഗാൽവാൻ താഴ്വര ഉൾപ്പെടെ 4 നിന്ന് പിൻവാങ്ങിയെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഞങ്ങൾ 4 സ്ഥലത്തു നിന്ന് പിൻവാങ്ങി എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും കിഴക്കും പടിഞ്ഞാറും ഭീഷണി തുടരുകയാണ്. അവിടെ അരുണാചൽ പ്രദേശ് തെക്കൻ ടിബറ്റാണ് എന്നാണ് ചൈന പറയുന്നത്. തെക്കൻ ടിബറ്റ്. എന്നിട്ട് അവർ അരുണാചൽ പ്രദേശിനെ അവർ വിളിക്കുന്നത് സഗ്നാൻ എന്നാണ്. മാപ്പിലുമൊക്കെ അരുണാചൽ പ്രദേശിനെ അവരുടേതായിട്ട് എടുത്തിട്ടുണ്ട്. സഗ്നാൻ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ മാർച്ചിൽ നരേന്ദ്രമോദി അരുണാചൽ പ്രദേശിൽ പോയപ്പോൾ, നമ്മുടെ നാടാണല്ലോ അരുണാചൽ പ്രദേശ് സംസ്ഥാനം. അപ്പോൾ അരുണാചൽ പ്രദേശിൽ മോദി പോയപ്പോൾ ചൈന പ്രതിഷേധിച്ചിരുന്നു. ഞങ്ങളുടെ മേഖലയിൽ എന്തിനാണ് കടന്നു കയറുന്നതെന്നൊക്കെ ചോദിച്ച് പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. 2002 ഡിസംബറിൽ തവാങ്ങിൽ സംഘർഷം ഉണ്ടായിരുന്നു. 2020 ലഡാക്കിൽ, 2022 തവാങ്ങിലും. തവാങ്ങൊക്കെ 1962 യുദ്ധകാലത്തൊക്കെ വലിയ സംഘർഷം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ തവാങ് എന്നൊക്കെ പറയുന്നത്. 2022 ഒടുവിൽ ഈ പ്ലാനറ്റ് ലാബ് അവരും ഈ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. അവർ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങളിലും ഈ ഹെലിപോർട്ട് പല ഇതും കാണുന്നുണ്ടായിരുന്നു. ഷിഗാറ്റ്സെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചൈനയുടെ ഒരു താവളം ഒരുങ്ങി വരുന്നതായിട്ട് അതിൽ കണ്ടിരുന്നു. അവിടെ WZ-7 സോറിങ് ഡ്രാഗൺ UAV എന്ന് പറഞ്ഞാൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ വലിയ ഡ്രോൺ, പട്ടാളത്തിനൊക്കെ ഈ സാധാരണ ഫോട്ടോഗ്രാഫർമാരുടെ അല്ല, വലിയ ഒരുപാട് കോടി ചെലവ് വരുന്നതാണത്. ഒരു UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഉണ്ടായിരുന്നതായിട്ടും ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. മാത്രമല്ല അവർ അരുണാചലിനോട് ചേർന്ന് ഷിയാവോ കാൻ എന്ന് പറഞ്ഞ അവരുടെ സ്ഥലത്ത് ഗ്രാമങ്ങൾ പണിയുന്നുണ്ട്. എന്നിട്ട് ആളുകളെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതൊക്കെ ഉണ്ട് ചൈന. അപ്പോൾ മാത്രമല്ല നമ്മൾ അരുണാചൽ പ്രദേശിൽ കുറേ ജലവൈദ്യുത പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്.
ഒരു 7-8 എണ്ണം ഒരുപാട് കോടികളൊക്കെ 10-32,000 കോടി രൂപയൊക്കെ ചിലവാക്കി നമ്മളൊരിക്കൽ ചർച്ച ചെയ്തിരുന്നു നമ്മൾ അരുണാചലിൽ. അപ്പോൾ നമ്മളും ഈ ഭീഷണി ചെറുക്കാനായിട്ട് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ, പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഈ ബജറ്റിൽ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടാവുന്നതാണ്. ഞാൻ നോക്കിയിരുന്നു, ബജറ്റിൽ അത് വന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടിയാണ് അരുണാചലിൻ്റെ അപ്പുറത്ത് ചൈനയിൽ നിന്ന് ഭീഷണി. നമുക്ക് കാത്തിരിക്കാം എന്തെങ്കിലുമൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.